നമുക്ക് ഒരു നല്ല ഈസി ആയിട്ടുള്ള ടൊമാറ്റോ ചിക്കൻ എഗ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ബസ്മതി റൈസ് നൈറ്റ് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഇനി ഇതിലോട്ട് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കണം. പക്ഷെ ഞാൻ ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ചേർത്തത്. നിങ്ങൾ മറക്കാണ്ട് ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ബിരിയാണിയുടെ അനിയത്തിയായിട്ടൊക്കെ വരും. ഇത് ബിരിയാണീനെ പോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനും. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിയുടെ അനിയത്തിയായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് അല്പം സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരല്പം നോർമൽ മുളക് പൊടിയും എരിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത്, എന്നാൽ അതിനു വേണ്ടി ഉണ്ടാക്കാൻ ടൈമില്ലാത്തപ്പോൾ നമുക്ക് എളുപ്പം ഒരു ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം ചേർക്കുന്നത് നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ഞാനൊരു 4-5 പീസ് ചിക്കൻ കുഞ്ഞ് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കയ്യിലെടുക്കാൻ ഇല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് മുട്ട വെച്ചും ഇതുണ്ടാക്കാം. ഇനി ഈ ചിക്കനൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഞാൻ അല്പം ഇഞ്ചി ചേർത്ത് കൊടുത്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഈ ടൈം ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഒക്കെ പൊട്ടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അത് കുക്കായി വരുമ്പോൾ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നല്ല രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാലയിലൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ അല്പം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. രാത്രിയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ റൈസ് മാത്രം മതി കഴിക്കാൻ. നല്ല മസാല ഫ്ലേവറൊക്കെ ഉള്ള ഒരു റൈസാണിത്. ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. എന്നാൽ ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടുന്നതാണ്. ഞാനിതൊരു സർവിങ് ബൗളിൽ മാറ്റിയിട്ടുണ്ട്. കുറച്ച് മോൾക്ക് ഞാൻ ലഞ്ച് ബോക്സും പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.